ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങളൊരു 25 വയസ്സ് കഴിഞ്ഞ ആളുകളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ പ്രായത്തിനേക്കാൾ ഒരു 10 വയസ്സ് എപ്പോഴും കുറഞ്ഞിരുന്നാൽ എങ്ങനെയുണ്ടാവും? അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഒരേ ഒരു ഐറ്റം നമുക്ക് ആവശ്യമുള്ളൂ, ഫ്ലാക്സ് സീഡ്. ഇതിൻ്റെ ജെല്ല് യൂസ് ചെയ്തിട്ട് ഒരു ആൻറ്റി ഏജിങ് മസാജും കൂടി നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ടൊരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിൽ നല്ലപോലെ തിളപ്പിക്കാൻ വെക്കണം. നല്ലപോലെ ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം. 5 മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ജെല്ല് പരുവായിട്ടുണ്ട്. ഇനി ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ച് മാറ്റാം. കോട്ടൻ്റെ തുണി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ അരിപ്പയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ ജെല്ലായതുകൊണ്ട് തന്നെ അരിച്ച് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോട്ടൺ തുണി ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടും. ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മുടെ ഫേസിന് മാത്രമല്ല നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈ ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നതാണ്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആയ വിറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇവയെല്ലാം കൊളാജൻ്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസിനെ കുറയ്ക്കാനും റിങ്കിൾസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരുമ്പോഴാണ് നമ്മൾ പ്രായം നമ്മുടെ മുഖത്ത് തോന്നിക്കുന്നത്. ഇത് മാത്രമല്ല UV ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിലെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഫേസിലെല്ലാം ഫ്ലാക്സ് സീഡ് ജെല്ല് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഒരു ആൻറ്റി ഏജിങ് മസാജിങ് ടെക്നിക്കാണ്. അതിന് ഒരു കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് പുഷ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മറ്റേ കൈ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് വീണ്ടും മസാജ് ചെയ്യുക. അതിനുശേഷം നെറ്റിയിലെ ഇരുവശത്തോട്ടും നന്നായിട്ട് മസാജ് ചെയ്യുക, വീഡിയോയിൽ കാണിക്കുന്ന പോലെ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ 2 കടക്കണ്ണിൻ്റെ സൈഡിൽ നിന്ന് മുകളിലോട്ട് ഐബ്രോസിൻ്റെ മുകളിലൂടെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണിന് താഴെ മസാജ് ചെയ്യുക. ഇതുവഴി നമ്മുടെ കണ്ണിൻ്റെ ആ സൈഡിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കണ്ണിന് താഴെയുള്ള റിങ്കിൾസ് വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ 2 കൈ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ട് 2 കവിളിൻ്റെ മുകളിലൂടെ ഇതുപോലെ മസാജ് ചെയ്യുക. ഇതും 10 പ്രാവശ്യം വീതം ചെയ്യണം. നമ്മുടെ ഫേസിലെ മസിലുകൾ സ്ട്രോങ് ആയിട്ടിരിക്കാനും സാഗിങ് വരാതിരിക്കാനും ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുമല്ല, അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഫേസിന് തന്നെ നല്ല ഗ്ലോയിങ് കിട്ടും. ഈ മസാജുകളെല്ലാം ഒരു 10 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫ്ലാക്സ് സീഡ് ജെൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ റീഅപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈ 2 ഇതുപോലെ പിടിച്ചതിന് ശേഷം ജോ ലൈൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് മേളിലോട്ട് മസാജ് ചെയ്യുക. നമ്മുടെ ചെവിയുടെ സൈഡിലോട്ട് മസാജ് ചെയ്യുക, വീഡിയോയിൽ കാണുന്നത് പോലെ. ചില ആളുകളുടെ ജോ ലൈന് താഴെ ഫാറ്റ് അടിഞ്ഞു കൂടി കാരണം ജോ ലൈൻ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ഇതുപോലെ ഒരു മാസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇതുപോലെ മസാജ് ചെയ്യാനായിട്ട് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മസാജ് ചെയ്യാവുന്നതാണ്. ഈ മസാജ് എല്ലാം ഒരു 10 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഫേസിൽ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണങ്ങാനായിട്ട് വിടുക. ഒരു 10 to 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാനായിട്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ അധികം സംസാരിക്കാനോ ഫേസ് ചുളുക്കാനോ ഒന്നും പാടില്ല. അത് കൂടുതൽ റിങ്കിൾസ് ഉണ്ടാവാനേ ഉപകരിക്കുള്ളൂ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ബാക്കി വന്നിട്ടുള്ള ഫ്ലാക്സ് സീഡ് ജെല്ലാണിത്. ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. 1 വീക്ക് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് പുതിയത് ഉണ്ടാക്കേണ്ടി വരും, പഴയത് കേടായി തുടങ്ങും.
ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റിന് ഫേഷ്യലിന് ഒരുപാട് പൈസ കളയാണ്ട് ഈ ഒരു ഒറ്റ ആയിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമ്മളിത് ഒരു 15 മിനിറ്റ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ഒരു മാസമെങ്കിലും നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്